മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് മലയാള സിനിമാ താരങ്ങളും പല പ്രമുഖ താരങ്ങളും രാവിലെ തന്നെ തങ്ങളുടെ പ്രതിനിധിക്ക് വോട്ട് രേഖപ്പെടുത്തുവാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തി. ഫഹദ് ഫാസിൽ, ടൊവിനോ തോമസ്, ആസിഫ് അലി, സുരേഷ് ഗോപി, ശ്രീനിവാസൻ, രഞ്ജി പണിക്കർ തുടങ്ങിയ നിരവധി താരങ്ങളാണ് അതിരാവിലെ തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. പലരോടും സുരേഷ് ഗോപിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജയസാധ്യതകളെക്കുറിച്ചും മാധ്യമങ്ങൾ ചോദിച്ചെങ്കിലും ഉത്തരങ്ങൾ പലതായിരുന്നു. നടൻ ഫഹദ് ഫാസിലും പിതാവും സംവിധായകനുമായ ഫാസിലും ആലപ്പുഴയിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വീപ് പ്രോഗ്രാം കേരള ബ്രാൻഡ് അംബാസിഡറായ ടൊവിനോ തോമസ് ഇരിങ്ങാലക്കുട ഗേൾസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. നടൻ ആസിഫ് അലി തൊടുപുഴയിൽ തന്റെ വോട്ട് രേഖപ്പെടുത്തുകയും ഒപ്പം വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ കുടുംബസമേതം കൊച്ചിയിലെത്തി വോട്ട് ചെയ്തു. അടിസ്ഥാനപരമായി ഞാൻ ജനാധിപത്യത്തിനെതിരാണ്. എല്ലാ കള്ളന്മാർക്കും രക്ഷപ്പെടാൻ പഴുതുകളുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് താല്പര്യമില്ലാത്തത്. അടുത്ത കാലത്തൊന്നും ഇന്ത്യ കരകയറുന്ന യാതൊരു ലക്ഷണവുമില്ലെന്ന് ശ്രീനിവാസൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സുരേഷ് ഗോപി മത്സരിക്കുന്നതിനെ പറ്റി മാധ്യമപ്രവർത്തകർ ശ്രീനിവാസനോട് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപിയെ വ്യക്തിപരമായി എനിക്കിഷ്ടമാണ്, പക്ഷേ അയാളുടെ പാർട്ടിയോട് എനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു മറുപടി. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപി കുടുംബത്തോടൊപ്പം തൃശൂർ മണ്ണുത്തി മുക്കാട്ടുകര സെയിന്റ് ജോർജ് CLP സ്കൂളിൽ വോട്ട് ചെയ്തു. നടൻ G കൃഷ്ണകുമാർ കുടുംബത്തോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി. കുടുംബസമേതം വോട്ട് ചെയ്തു. എല്ലാ സഹോദരങ്ങളും വോട്ട് ചെയ്ത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നാണ് കൃഷ്ണകുമാറും കുടുംബവും ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. നടി മേനകയും ഭർത്താവ് നടനും നിർമ്മാതാവുമായ സുരേഷ് കുമാറും മകൾ രേവതിയും തിരുവനന്തപുരത്ത് വോട്ടുകൾ രേഖപ്പെടുത്തി. വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളെ കണ്ട രഞ്ജി പണിക്കരോട് സുഹൃത്തായ സുരേഷ് ഗോപിയുടെ ജയം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഉയർന്നത്. തന്റെ രാഷ്ട്രീയവും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയവും വ്യത്യസ്തമാണെന്നും അതിൽ ഉത്തരമുണ്ടെന്നുമായിരുന്നു മറുപടി. ഈയൊരു ദിവസമാണ് നമ്മുടെ പവർ കാണിക്കാൻ കിട്ടുന്നത്, അതുകൊണ്ടാണ് വോട്ട് ചെയ്യാനെത്തിയതെന്നാണ് ടെനി ടോം പറഞ്ഞത്. സംഗീത സംവിധായകൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കോഴിക്കോട് തിരുവണ്ണൂർ UP സ്കൂൾ ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ശ്രീലങ്കയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നാണ് നടി അന്ന രേഷ്മരാജൻ ആലുവ ഇസ്ലാമിക് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്യാനായി എത്തിയത്.